അല്ല സുമേച്ചി, ഇതേടിയാ നിങ്ങളെ ഇങ്ങോട്ടൊന്നും കാണാതെ കുറേ ആയല്ല. നമ്മളിവിടുന്ന് പറയാന്നല്ല, ഇപ്പം അതിൻ്റെ പൊടിയെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലാന്ന്. പൊടിയെ കാണൂലേനും അങ്ങനെ പലിച്ചിട്ട് ഒരു വൈക്കായിന് തച്ചിട്ട് അരക്കി ഇട്ട മാതിരി ആയിന് വലിച്ചിട്ട്. എൻ്റെ അമ്മ, ഒരു വെള്ളം കുടിക്കാനും കഴിയുന്നില്ല, ഒന്നും ഒരു ഭക്ഷണം കഴിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ആയിന് മോളെ. എന്നിട്ട് ഞാനങ്ങ് വീട്ടിലേനോ. അത് നമ്മൾ പറഞ്ഞിന് എന്നാ അങ്ങനെ പ്രശ്നം വെച്ച് പറയുന്നത് കേട്ടില്ലേ. പിന്നെ ഇത് ഇല്ലാന്ന് തോന്നുന്നെല്ലാം. പിന്നെ കാവിലേക്ക് പോകുന്ന നിങ്ങൾ അങ്ങ് പോകുന്നെല്ലാം പറഞ്ഞുകൊണ്ടാന്ന് പിന്നെ ഒന്ന് അന്വേഷിക്കായിരുന്നു. ആ പോയിനാണ്. അതിന് ശേഷം കാവിലേക്കെല്ലാം പോയിന്. എല്ലാവരും വിളിക്കുമ്പോൾ പിന്നെ അവിടെ നിൽക്കണ്ട വെച്ച് ക്ഷീണത്തോടെല്ലാം പോയി. പിന്നെ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ വയലേ കൂടിയാന്ന് പോയാൽ നല്ല വഴിയല്ലേ. ചെലേ പോകുന്നതല്ലപ്പാ ചൂടെടുത്തിട്ട് ഒന്നും തിരിയുന്നില്ല. പിന്നെ അപ്പോൾ വീന്ന് വണ്ടിന്നല്ലോ. അപ്പോൾ സുമേച്ചി അവിടെ മഴയുണ്ടായിട്ടേനാ. ഇവിടെ 2 പ്രാവശ്യം പെയ്ത്. അന്നേരം ആ ദിവസം മാത്രം ഒരു സുഖം ഉണ്ടാവും. പിറ്റേന്ന് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങിയില്ലേ ആദ്യം ചൂടെടുത്ത് പോകുക. ആ പിന്നെ ഇത് വേനൽ മഴ വരുന്നതെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഓ അതെയാ, വിറകെല്ലാം ആക്കി വെച്ചാണേ. ഇല്ല സുമേച്ചി, കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ. ആരാന്നമ്മോ വിരുന്ന് വരുന്നു അതെല്ലാം പണ്ടായിപ്പോയി, പണ്ടാരക്കാലം. വിരുന്ന് വരുന്നവർ വരികയാനെ പോയി കിട്ടാൻ വയ്യെന്ന് വിചാരിക്കുന്ന കരികാലാണ് ഇപ്പോൾ. അതന്നെ. എന്നിട്ട് നിങ്ങളെല്ലാവരും പിന്നെ കാവിലെ പോകുന്നേരം വയലിലെ കൂടിയാ പോയ സുമേച്ചി? നല്ല സുഖമല്ലേ? നമ്മളെല്ലാം നേരം എല്ലാം അങ്ങനെ പോക്ക്. ആ കുണ്ട് കിണറും പിന്നെ ഇതെല്ലാം ഇല്ലേ തൈപ്പറമ്പും നിന്നാന്ന് നല്ല പച്ചപ്പ് പിടിച്ചിട്ട് നമ്മളെല്ലാം ആ സമയത്തെല്ലാം അതിലെയാ പോകല്. പോകുന്ന സമയത്തല്ലേ ഓട്ടോ പിടിച്ചിട്ട് ഇപ്പുറത്തെ വഴി ഉണ്ട്, എന്നാലും അതിലേ പോകുന്നൊരു സുഖം എന്തായാലും കിട്ടൂല. എന്നാണ് ഈ ഭാഗത്തൊന്നും അങ്ങനത്തെ ഒരു സ്ഥലമില്ല. നമ്മളും പണ്ട് അങ്ങനെ തന്നെയാണ്, അതിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇറങ്ങാച്ചാണ് ഓട്ടോ പിടിച്ചിട്ട് ഇപ്പുറത്തെ വഴി മേലെ പോയത്. പിന്നെ ഓരോ അമ്മയെല്ലാം ഉള്ളവരെല്ലാം അമ്മേനെയും കൂട്ടിയിട്ടെല്ലാം ആ വഴിക്ക് തന്നെ പോകല്. അവർ പറയും പിന്നെ അതിലേ കൂടി പോകാം നമുക്ക്. അപ്പം അറിയുന്ന വീട്ടുകാരെല്ലാം ഉണ്ടാവുമല്ലോ. ഈ ജാനുവരത്തിന്നും പറഞ്ഞിട്ട് ലോക്യം പറഞ്ഞുകൊണ്ടാണ് പോവാ. നടക്കുമ്പോൾ എല്ലാം അമ്മ കാവിലെ കഥകളെല്ലാം പറയേ. പിന്നെ അന്നേരം അത് കേട്ടിട്ട് നടക്കാൻ തന്നെ ഒരു രസമാണ്. എൻ്റെ അപ്പ നമ്മളിപ്പോൾ ഓർമ്മിക്കും. ആദ്യത്തെ തെയ്യത്തിൻ്റെ കാര്യങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം പറഞ്ഞു തരുവാണേ. നമ്മളെ ഓർമ്മിക്കും. പിറ്റേന്ന് പിന്നെ വീട്ടിൽ കൂടലും ആയില്ലേ. അത് ആരുടെയും വീട്ടിൽ കൂടല്? നമ്മളെ മാമൻ്റെ മോളെ തന്നെ.
നല്ല അരങ്ങേനു തലേന്നേ പോയിട്ടും നല്ല ഒരു പിള്ളേർ നല്ല ഇങ്ങോളം ലൈറ്റെല്ലാം കത്തിച്ച് എന്താ പറയണ്ടേ, എല്ലാം വർത്താനം പറഞ്ഞിരിക്കലും അതന്നെ ഒരു രസമല്ലേ. പിന്നെ പറയാനുണ്ടോ സുമേച്ചി, അതല്ലേ നമ്മൾ ഈ വർത്താനം പറഞ്ഞിരുന്നതും ആ ഇതല്ലേ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുള്ളൂ. ഓരോരുത്തർ കണ്ടാൽ മിണ്ടൂല, വെയിറ്റ് കുറയുന്ന പോലെയാണ് കളിയെല്ലാം. നമ്മൾ എല്ലാവരുടെയും പോവപ്പം ഞാൻ തോന്നുന്നു ഇന്നലത്തെ ക്ഷീണല്ലേ ഡാൻസ് പിന്നെ ആ തിരക്കെല്ലാം കഴിഞ്ഞ് വിഷുവായി. വിഷുവും കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണെന്നാണ് നമ്മൾ ആ ഒരു ദിവസം പറശ്ശിനിയിൽ പോയിനേന്. നിങ്ങൾ എവിടെയെങ്കിലും പോയിനാ? പ്രസന്നങ്ങളെല്ലാം നമ്മൾ എവിടെയും പോയിട്ടില്ല സുമേച്ചി, പ്രസന്നേച്ചിയും പോയിട്ടില്ല. എന്നാലും ഞാൻ വരുന്നു മോളെ. പിന്നെ ബിന്ദുവിൻ്റെ അടുക്ക ഒന്ന് കയറണേനു, ഒന്ന് അടിക്കാൻ കൊടുത്തിനേനു. അത് അടിച്ചിനോന്നെല്ലാം ചോദിക്കട്ടെ പെണ്ണ്. വരുന്ന എന്നാലും പിന്നെ ഒരു ദിവസം വരാണേ. മോള് വന്നിട്ടാകുമ്പോൾ നീ എന്നാ അങ്ങോട്ട് വാ. എന്നാൽ വരട്ട്, എന്നിട്ട് വരാൻ സുമേച്ചി. നിങ്ങളെ ചോദിക്കലുണ്ട് വരുന്നെന്നാൽ. എണേ നിനക്കും വാങ്ങിയൊന്നുമില്ല അല്ലേ? നമുക്കിതാ ഇതിൻ്റെ അപ്പറാന്ന് മോളെ ഇക്കുമല്ലോ. അയ്യോ ആർക്കെല്ലാം കൊടുക്കുന്നതാണ് എന്തോ പോലെ. ഓരോരുത്തർ മാങ്ങയായിട്ടില്ലെന്നെല്ലാം ചോദിക്കുമ്പോൾ ആടെ ഇവിടെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആയിനി. അങ്ങനത്തെ തന്നെ ചക്കയും ആ ഇടിയും അങ്ങനെ സുമിച്ച് എല്ലാവരും വരുന്ന തന്നെയല്ലേ. ചക്കക്കെല്ലോ ഒന്നും ആയിട്ടില്ല ഇക്കൊല്ലോ. എന്തെന്നാണമ്മോ ചൂട് അധികമായിട്ടാണോ? വെള്ളമെല്ലാം എന്താ കിട്ടുന്നില്ലേ? നമ്മൾ ഒരൊക്കെ പ്ലാവിനെല്ലാം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കലുണ്ട്. ഈ അരികയ വെള്ളം കഞ്ഞിവെള്ളം എല്ലാം ഒഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കലെല്ലാം ഉണ്ടേനു. എന്നിട്ടും എല്ലാം കണക്ക് തന്നെ. എന്നാ വരുന്നേണേ, പിന്നെ കാണാം ഒരു ദിവസം കേട്ടാ.